സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അതിപ്രധാനമേതാണ്, ഏറ്റവും മുഖ്യമായ അനുഗ്രഹമേതാണ് എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാൻ കഴിയണം. ഞാൻ ഒരു മുസ്ലിമായി ജനിച്ചു, മുസ്ലിം മാതാപിതാക്കളുടെ ഒരു സന്തതിയായി ജനിക്കാൻ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി. ഇത് നമ്മൾ തിരഞ്ഞെടുത്തതല്ല, നമ്മൾ അങ്ങനെ ജനിച്ചതാണ്. അതൊരപാരമായ അനുഗ്രഹമാണ്. മുസ്ലിമായി ജനിക്കുക, അങ്ങനെ തന്നെ കണ്ണടച്ച് പോകുക എന്ന് പറഞ്ഞാൽ ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരാൾക്കും ഭാവിക്കുവാൻ പോലും സാധ്യമല്ലാത്ത സുഖാഡംബരങ്ങൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന സ്വർഗലോകത്തേക്ക് പ്രവേശം കിട്ടുക എന്നാണ്. ഇവിടെയുള്ള തീയുടെ 70 ഇരട്ടി ചൂടുള്ള നരകാഗ്നിയിൽ നിന്ന് രക്ഷ കിട്ടുക എന്നാണ്. അത് യാതൊരു ചെലവുമില്ലാതെ അല്ലാഹു തആല നമുക്ക് ഓശാരമായി നൽകുകയാണ്. വിശ്വാസിയായി ജീവിക്കാൻ ഒരവസരം കിട്ടുക വഴി നമുക്ക് ലഭ്യമാകുന്നത്. അത്തരമൊരു അനുഗ്രഹം ലഭിച്ചതുകൊണ്ട് അതിനുള്ള ശുക്ർ, നന്ദി, അതെത്ര നമ്മൾ ചെയ്താലും അത് ഒരിക്കലും അള്ളാഹു നൽകിയ ശുക്റിന്, അള്ളാഹു നൽകിയ നിഅമത്തിന് നമ്മുടെ ശുക്ർ പകരമാകുകയോ തുല്യമാകുകയോ ചെയ്യില്ല. ഞാൻ ഈ സംസാരം വളരെ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു തആലയോട് നമ്മൾ കാണിക്കേണ്ടുന്ന നന്ദികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം നമുക്കവൻ നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണവുമൊക്കെയാണ്. ഞാൻ നേരെ ഇന്ന് ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ട്. നമുക്ക് പള്ളിയിലെത്തുവാനും ക്ലാസുകളിലും ജമാഅത്തുകളിലും ഒക്കെ പങ്കെടുക്കുവാനുള്ള ആരോഗ്യം അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ കുറച്ചങ്ങ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മൾ പറഞ്ഞിടത്തേക്ക് വഴങ്ങിക്കൊള്ളണമെന്നില്ല. നമ്മുടെ അവയവങ്ങൾക്ക് ദുർബലത ബാധിക്കും. നമ്മുടെ ഓർമ്മശക്തിക്ക് അതിന് ദുർബലത ബാധിച്ചു തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ ലഭ്യമായ ഈ ഒരു അസുലഭ സന്ദർഭം ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ കാര്യമായി ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. ആവുന്ന കാലത്ത് ചെയ്യണം. നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു സ്ത്രീ, അവർക്ക് ഹജ്ജിന് പോകാനും ഉംറക്ക് പോകാനും ഒക്കെ സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു, ആരോഗ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അവർ അത് ചെയ്തില്ല, നീട്ടിവെച്ചു.
പിന്നെ അവര് രോഗിയായി കിടന്ന സമയത്ത് രോഗക്കിടക്കയിൽ കിടന്ന് പറയുന്നത് ഹജ്ജ് ഉംറ ഹജ്ജ് ഉംറ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയും ആരോഗ്യവും ഉണ്ടായ സമയത്ത് അത് ചെയ്യാതെ പോയതിന്റെ സങ്കടം പറയുകയാണ് പിന്നെ അവർ. ഇതൊരാളുടെ അനുഭവമാണ്. അപ്പൊ അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടുന്ന, ഇന്ന് നമ്മൾ എടുക്കേണ്ടുന്ന ആദ്യത്തെ തീരുമാനം, ഇവിടെ സ്ഥിരമായി ക്ലാസ്സിൽ വരുന്ന ആളുകളുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞാനും വിശുദ്ധ ഖുർആനിന്റെ ഒരു സ്ഥിരം പഠിതാവായി മാറും എന്നൊരു ഉറച്ച തീരുമാനമാണ് ഈ ഒരു യോഗത്തിന്റെ ഏറ്റവും കാതലായ വശം. ചിലപ്പോൾ നമുക്ക് എഴുതാനും വായിക്കാനും ഒക്കെ പ്രയാസമുണ്ടാവും. പ്രായമായ ചില ആളുകൾക്ക് ചിലപ്പോൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എടുക്കാനോ അതല്ലെങ്കിൽ അത് പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഓർത്തു വെക്കാനോ പൂർണ്ണമായും ഓർത്തു വെക്കാനോ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ എങ്കിലും നമ്മളിവിടെ ചെലവഴിക്കുന്ന 1 മണിക്കൂർ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഒരു ആയുസ്സിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാത്ത നേട്ടങ്ങൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം അള്ളാഹുവിന്റെ അസംഖ്യം മലക്കുകളുടെ ഇസ്തിഗ്ഫാർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ മലക്കുകളുടെ എണ്ണം നമുക്കറിയില്ല, അത്രയും അസംഖ്യം എന്നേ പറയാൻ പറ്റും. അള്ളാഹുവിനെ അതറിയൂ. ഈ അസംഖ്യം മലക്കുകൾ നമുക്ക് 1 മണിക്കൂർ ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നമ്മളൊരു 100 വയസ്സ് വരെ ജീവിച്ചാൽ പോലും അത്രയും ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ അതതിന്റെ കണക്കാക്കാൻ കഴിയാത്ത നേട്ടമാണ്. അതുകൊണ്ട് എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരാള് ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്താൽ പോലും അയാൾക്ക് ഒരു നഷ്ടവുമില്ലെന്ന് മാത്രമല്ല, അയാൾക്കും അദ്ദേഹത്തിനും കണക്കാക്കാൻ കഴിയാത്ത നേട്ടം അത് മൊഴി ലഭ്യമാകുന്നതാണ്. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്കും പഠിച്ചും മനസ്സിലാക്കാനും കഴിയാവുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് ലളിതമാക്കി തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു ഒരൊറ്റ അധ്യായത്തിൽ അല്ലാഹു തആല പലതവണയായി ആവർത്തിച്ച് പറയുന്ന കാര്യം, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ നാം നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. പഠിക്കാനും പ്രാവർത്തികമാക്കുവാനും പാരായണം ചെയ്യാനും ഹിഫ്ളാക്കാനും ഒക്കെ ഗ്രഹിക്കുവാനും ഒക്കെ ഇതിനെ നിങ്ങൾക്ക് ഞാൻ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. 1400 വർഷം മുമ്പ് അവതരിച്ചതാണ്. പക്ഷെ അതിന്റെ ഭാഷയിൽ ഒരു കലർപ്പുമില്ല. ഒരു 500 വർഷം മുമ്പുള്ള മലയാളത്തിന് അത്ര പ്രായമുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു 500 വർഷത്തെ പഴക്ക മലയാളത്തിന് ഉണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അന്നത്തെ ഒരു മലയാളം ഇന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. പഴയ ആധാരം വായിച്ചാൽ മനസ്സിലാവൂ. പഴയ ആധാരം ഒന്നും നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിനെ ഇത്രയും നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അത് മനസ്സിലാക്കാൻ പറ്റാവുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനു മാത്രം അല്ലാഹു തആല അത് ലളിതമാക്കി തന്നിട്ടുണ്ട്. വലിയ വലിയ സാഹിത്യകാരന്മാർ എല്ലാ ഭാഷയിലുമുണ്ട്. വലിയ വലിയ സാഹിത്യകാരന്മാർ എഴുതിയ കൃതി ഒരു സാധാരണക്കാരൻ അത് പിടുത്തം കിട്ടൂല, മനസ്സിലാക്കാൻ കഴിയില്ല. കവിതകൾ മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷേ ഇത് അള്ളാന്റെ കലാമായിട്ട് പോലും, ഒരു സ്രഷ്ടാവിന്റെ കലാമായിട്ട് പോലും
അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാണിച്ച കണക്കറ്റ ഒരു അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ കലാം അതീവ ദുർബലരായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഖുർആനെ ലളിതമാക്കി തന്നു എന്ന് പറയുന്നതിന്റെ ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്, ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് അത് എനിക്കും സാധ്യമാണ്, അത് പ്രാവർത്തികമാക്കുവാനും കഴിയുന്ന കാര്യമാണ്. ലോകത്ത് ഒരൊറ്റ ഗ്രന്ഥമേ പൂർണ്ണമായും പ്രായോഗികവൽക്കരിക്കാൻ പറ്റുന്നതുള്ളൂ. എത്രയെത്ര ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ലോകത്ത് എന്നും സുലഭമായി ലഭിക്കുന്നുവെങ്കിലും അത് പൂർണ്ണാർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. സുന്ദരമായ ആശയങ്ങളായിരിക്കും കേൾക്കാൻ, പക്ഷേ പ്രയോഗവൽക്കരിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല, അത് അതീവ ലളിതമാണ്, പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിനനുസരിച്ച് അതിനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് അതിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറിയിട്ടുള്ള 10,000-കണക്കിന് സ്വഹാബികളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട് വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിന്റെ ചലിക്കുന്ന പതിപ്പുകളായിരുന്നു സ്വഹാബികൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു മൊബൈൽ ഖുർആൻ അതായിരുന്നു സ്വഹാബികൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് വെറുതെ ഒരു പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടുവാൻ പറയുന്ന കാര്യമല്ല. എഴുത്തിലെ ഒരു ആകർഷണീയതയ്ക്ക് വേണ്ടി ആളുകൾ എഴുതുന്നതല്ല, അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഖുർആനിന്റെ അവതരണത്തിനനുസരിച്ച് വളർന്നു വരുന്നൊരു ജനതയായിരുന്നു അവർ. തന്റെ വീടിന്റെ മുകളിൽ താൻ ഒരു വ്യഭിചാരിയാണ് എന്നറിയിക്കാൻ കൊടിനാട്ടിയിരുന്ന ആളുകൾ, സ്ത്രീകളുണ്ടായിരുന്നു അവിടെ. അവർ വിശുദ്ധ ഖുർആനിന്റെ അനുയായികളായി മാറിയപ്പോൾ വ്യഭിചാരം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അറപ്പുള്ള കാര്യമായി അവർക്ക് മാറുന്നു. അവർ ശിരോവസ്ത്രം ധരിക്കണം, പർദ്ദ ധരിക്കണം, ശരീരം മൊത്തം മൂടുന്ന ഹിജാബ് ധരിക്കണമെന്ന വചനം അവതരിച്ചപ്പോൾ ഇവർ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് അതിന്റെ രൂപം ചോദിക്കുന്നു. അവരോട് റസൂൽ പറയുന്നു, നിങ്ങളുടെ വസ്ത്രങ്ങൾ താഴ്ത്തിയിടണം. അപ്പൊ അവര് പറയാണ്, അത്ര താഴ്ത്തിയാൽ പിന്നെ ഞങ്ങളുടെ കാലിൽ ചില ഭാഗങ്ങളൊക്കെ കാണുമല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും താഴ്ത്തി കൊടുക്കുകയാണ്. താഴ്ത്താൻ നബി ആവശ്യപ്പെടുക, അവർക്ക് അനുവാദം കൊടുക്കുകയാണ്. ബോധക്ഷയം സംഭവിക്കുന്ന ഒരു സ്ത്രീ, ഒരു സ്വഹാബി വനിത റസൂലുള്ളാഹിയോട് വന്നിട്ട് ചോദിക്കുക, അതാണ് റസൂൽ, എനിക്ക് ഇടക്കിടക്ക് ബോധക്ഷയം ഉണ്ടാകാറുണ്ട്, അപ്പൊ നിങ്ങൾ അത് സുഖപ്പെടാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോ അത് ക്ഷമിക്കുകയാണെങ്കിൽ ഖൈറാണ്. അവർ ആ മകതി ചോദിക്കുന്നത്, ഞാനങ്ങനെ ബോധരഹിതയായി വീഴുമ്പോ എന്റെ ഔറത്ത്, എന്റെ നഗ്നത അന്യ ആളുകൾ കാണാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഈ രോഗം മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, വീടിന്റെ മുകളിൽ തന്റെ പച്ചയായ ശരീരം വസ്ത്രങ്ങൾ അടിച്ച് ഒരു നൂൽബന്ധം പോലുമില്ലാതെ പരപുരുഷന്റെ കൂടെ കിടക്കാൻ മടിയില്ലാത്ത ഒരു ജനത, എന്റെ ഔറത്ത്, എന്റെ കാൽ വിരൽ പോലും ഒരാളും കാണരുത് എന്ന് പറയുന്ന ഒരു വിധാനത്തിലേക്ക് ഉയർത്തിയത് വിശുദ്ധ ഖുർആനാണ്. ഈ വിശുദ്ധ ഖുർആൻ ഇന്നും നമ്മുടെ കരങ്ങളിലുണ്ട്. ഈ വിശുദ്ധ ഖുർആൻ അത് പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ, അങ്ങനെ ഒരു പുതിയ മനുഷ്യരായി നിലവിലുള്ള നമ്മുടെ ജീവിതത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒട്ടും തർക്കമില്ല. മുൻകാലത്തെ അപേക്ഷിച്ച് ഖുർആൻ എന്നും പഠനവിധേയമാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടെന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇക്കാലത്ത് അതിന്റെ പഠന പ്രാധാന്യം വർദ്ധിക്കുകയാണ്. കാലം മുന്നോട്ട് പോകുന്തോറും ഖുർആനിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു. അത് സംബന്ധമായ പഠനത്തിന്റെയും മനനത്തിന്റെയും പ്രബോധനത്തിന്റെയും പ്രസക്തി, അതിന്റെ പ്രസരണത്തിന്റെ പ്രാധാന്യം അത് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം അത്രമേൽ വലിയ ഫിത്തനകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫിത്തനകളുടെ, ഈ ദുരന്തങ്ങളുടെ പ്രഹരമേൽക്കാതെ നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമായി നിർത്താൻ, ഈ പാപങ്ങളുടെ കറപുരലാതെ അവയെ പ്രതിരോധിച്ച് നിർത്താൻ വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള അറിവ്, ജ്ഞാനം നമ്മൾ ആർജിച്ചേ മതിയാകൂ.
പ്രതിസന്ധികൾ വർദ്ധിക്കുകയാണെന്നത് വിശദമായി പറയേണ്ടുന്ന കാര്യമില്ല. നാൾക്കുനാൾ മുസ്ലിങ്ങൾ പ്രതിസന്ധികളെ നേരിടേണ്ടി വരികയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ്. ഒരു വർഷത്തിൽ ഒരിക്കലുണ്ടാകുന്ന ഫിത്നയെ ചെറുതാക്കുന്ന ഫിത്നയാണ് തൊട്ടടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇത് ചെറുതായത് കൊണ്ടല്ല, മറ്റേത് കൂടുതൽ ഫിത്നകൾ വരുമ്പോ ഇതിലേറെ നല്ലത് കഴിഞ്ഞതായിരുന്നു എന്ന് തോന്നിപ്പോകുന്നതാണ്. നാളുകൾ കഴിയുന്തോറും അങ്ങനെയാണ്. ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അത്തരം ആളുകൾ നന്നായി ഖുർആനുമായി ഹൃദയബന്ധം ഉണ്ടാക്കിയേ മതിയാകൂ. നിങ്ങൾ നോക്കൂ, ഞാൻ ചരിത്രത്തിലെ ഒരു ശകലം മാത്രം സൂചിപ്പിക്കാം. ശിഅബ് അബീ ത്വാലിബ്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ചരിത്ര പഠന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3 വർഷക്കാലം സ്വഹാബികളെ, അവന് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അവരെയെല്ലാം 3 വർഷക്കാലം ശത്രുക്കൾ ഉപരോധിച്ചു. ഭക്ഷണം കൊടുക്കുന്നില്ല, അവരുമായി ഒരു ഇടപാടും പാടില്ല, വിൽക്കാനോ വാങ്ങാനോ പാടില്ല. അങ്ങനെ പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു ഉപരോധം, ഊരുവിലക്ക് വിശ്വാസികളായി എന്നതിന്റെ പേരിൽ അവർ അവിടെ ഊരുവിലക്ക് ഏർപ്പെടുത്തി. ഈ 3 വർഷത്തിനുള്ളിൽ അവർക്ക് ജീവൻ നിലനിർത്താൻ പലപ്പോഴും അവർ ആശ്രയിച്ചിരുന്നത് വൃക്ഷത്തിന്റെ ഇലകളാണ്. ഇലകൾ തിന്നിട്ടാണ് 3 വർഷം അവരുടെ ജീവിതത്തെ പിടിച്ചു നിർത്തിയത്. നമ്മൾ ഇവിടുത്തെ ഈ ചരിത്ര ശകലം വെച്ച് ആലോചിക്കുന്നത്, ഈ 3 വർഷത്തിനുള്ളിൽ ഇത്രയും കഠിനമായ, ഇത്രയും തുല്യതയില്ലാത്ത പീഡനം അനുഭവിച്ചിട്ട് ഏതെങ്കിലും ഒരാൾ ആ വിശ്വാസം ഒഴിവാക്കിയിട്ട് അവരുടെ പഴയ ശിർക്ക് ഖുറാഫാത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഇത്രമേൽ വലിയ പ്രയാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അവരെ ഈ പ്രയാസമൊക്കെ സഹിച്ച് എന്തിനിതിൽ നിൽക്കണം? ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ നബിയെയും ഒക്കെ വിളിച്ച് തേടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആത്മരക്ഷാർത്ഥമെങ്കിൽ ഉള്ളിൽ ഈമാൻ നിറച്ചുകൊണ്ട് ആ ഒരു രീതി സ്വീകരിക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് പോലും ആരും ചിന്തിച്ചില്ല. അവർക്കങ്ങനെ ഉറച്ചു നിൽക്കാൻ സാധിച്ചത് അത്രമേൽ ഖുർആൻ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. ഖുർആനാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. ഖുർആനിലുള്ള വിശ്വാസമാണ്, അള്ളാഹുവിന്റെ കലാം അവർക്ക് നൽകുന്ന ധൈര്യവും സ്ഥൈര്യവുമാണ് അവർക്ക് ആ വിധം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അതാണ്. പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഖുർആനുമായി അഗാധമായ ഹൃദയബന്ധം ഉണ്ടാകേണ്ടതാണ് എന്നതാണ് രണ്ടാമത്തെ കാര്യമായി സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമതായി, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മഹാരഥന്മാരായ സ്വഹാബത്ത് പറഞ്ഞതുപോലെ അത് അല്ലാഹു തആല അവന്റെ സൃഷ്ടികൾക്ക് അയച്ചിട്ടുള്ള ഒരു കത്താണ്. റിസാലത്തും മിനർ റബ്ബി ഇലാ ഖൽഖി, റിസാലത്തും മിനൽ ഖാലിഖി ഇലൽ ഖൽഖ്, സ്രഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്കുള്ള ഒരു കത്താണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥം. ഒരു സന്ദേശമാണ്. നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, നമ്മോട് ഗുണകാംക്ഷയുള്ള ഒരു സുഹൃത്ത് നമുക്കൊരു കത്ത് എഴുതിയാൽ ആ കത്ത് മടക്കി പൂട്ടി തലഭാഗത്തും വെച്ച് അത് തുറന്നു നോക്കാതെ അങ്ങനെ ജീവിച്ചു പോണതിനെ കുറിച്ച് എന്താ നമ്മൾ പറയാം? അവനറിയാം ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്ത് എഴുതിയതാണ്. അത് കത്തിന്റെ കവറൊന്ന് പൊട്ടിക്കാൻ പോലും തയ്യാറില്ല, അതങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്. എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളത് എന്നറിയാതെ. അങ്ങനെ ഒരാളെ കുറിച്ച് മിനിമം ഭാഷയിൽ വിഡ്ഢി എന്ന് പറയാം. റബ്ബ് അയച്ചിട്ടുള്ള ഒരു കത്ത് 70 വർഷം വരെ ജീവിച്ചൊരു മനുഷ്യൻ 7 പതിറ്റാണ്ട് ജീവിച്ചിട്ട് ആ കത്ത് തുറന്നു നോക്കാത്തവൻ, അല്ലെങ്കിൽ 60 വയസ്സ് വരെ ജീവിച്ചിട്ട് ഈ 60 വയസ്സ് വരെ ഈ കത്തും അത് കൈപ്പിടിച്ച് അത് നടക്കുന്ന ഒരാൾ, അവനെ കുറിച്ച് എന്ത് പറയും? അതുകൊണ്ട് റബ്ബ് നമുക്കയച്ച കത്ത് തുറന്നു നോക്കുക. എന്താണ് അതിലുള്ളത്? അതിൽ പൂർണ്ണമായും നമുക്ക് ഗുണകരമായ നമ്മുടെ ഇഹപര ജീവിതം സൗഭാഗ്യ സമ്പൂർണമാക്കുവാൻ ആവശ്യമായ കാര്യങ്ങളെ അതിനുണ്ടാകൂ. അതാണ് മൂന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനപരമായി തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ ക്ലാസ് അന്വേഷിച്ചു വരും. സാധാരണ നമ്മൾ അനൗൺസ് ചെയ്യലാണല്ലോ, അനൗൺസ് ചെയ്യും ക്ലാസ് ഉണ്ട്, മറ്റേ തലതിരിച്ചു വരും, ക്ലാസ് ഉണ്ടോ ചോദിച്ചു വരും.
അങ്ങനെ ആ ഒരു ദർജയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. മഹാരഥന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണാം. ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയുണ്ട്, ബഖിയ്യത്ത് ബിൻ മഖ്ലദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബഖിയ്യത്ത് ബിൻ മഖ്ലദ് എന്ന് പറയുന്ന അദ്ദേഹം സ്പെയിൻ ദേശക്കാരനാണ്, സ്പെയിൻ വാസിയാണ്. പരമദരിദ്രനാണ് ആള്, പരമദരിദ്രനാണ്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയെ കുറിച്ച് കേൾക്കുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ, വിശ്വപ്രസിദ്ധനായ, അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹാപണ്ഡിതനുണ്ട് ഇറാഖിൽ എന്ന് ഇദ്ദേഹം കേൾക്കുന്നത് സ്പെയിനിൽ നിന്നാണ് കേൾക്കുന്നത്. ഇദ്ദേഹമാണെങ്കിൽ ദരിദ്രനാണ്. സ്പെയിനിൽ നിന്ന് ഇറാഖിലേക്ക് എത്തിപ്പെടാനുള്ള സാമ്പത്തിക ശേഷി അദ്ദേഹത്തിനില്ല. പക്ഷെ അദ്ദേഹം ഒരു ഉറച്ച തീരുമാനമെടുത്തു, ഞാൻ അഹ്മദ് ബിൻ ഹംബലിനെ പോയി കാണും, അദ്ദേഹത്തിന് ഞാൻ പഠിക്കും എന്നൊരു ഉറച്ച തീരുമാനം അദ്ദേഹം എടുത്തു. ഉറച്ച തീരുമാനങ്ങൾ, മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ഹഖിന്റെ വിഷയത്തിൽ എടുക്കുന്ന ഉറച്ച തീരുമാനങ്ങൾ, അത് അല്ലാഹു തആല നമുക്ക് നടപ്പാക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരും എന്നതിന്റെ യഥേഷ്ട ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണിത്. അദ്ദേഹം സ്പെയിനിൽ വെച്ച് തീരുമാനിക്കുന്നു, ഞാൻ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയെ പോയി കാണും. തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു പണിയെടുത്ത് ജോലി ചെയ്ത് കുറച്ച് കാശുണ്ടാക്കി. അങ്ങനെ ആ കാശ് കൊണ്ട് ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ ആ കാശ് തീർന്നു. എന്നിട്ട് അവിടുന്ന് ജോലി ചെയ്ത് അവിടുന്ന് കുറച്ച് കാശുണ്ടാക്കി. എന്നിട്ട് പിന്നെ അടുത്ത നാട്ടിലേക്ക് എത്തി. ആ കാശുകൊണ്ട് അടുത്ത നാട്ടിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അത് തീർന്നു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് കാശുണ്ടാക്കി. അങ്ങനെ 9ഓളം രാജ്യങ്ങൾ 2 വർഷത്തിനുള്ളിൽ കാൽനടയായി യാത്ര ചെയ്ത് അവസാനം അദ്ദേഹം ഇറാഖിലെത്തി. അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ള 2 വർഷം വേണം. നടന്നു പോവാൻ വാഹനമൊന്നുമില്ല, കാൽനടയാണ്. ഇങ്ങനെ അദ്ദേഹം സ്പെയിൻ, മൊറോക്കോ, അൾജീരിയ, തുനീഷ്യ, ലിബിയ, ഈജിപ്ത്, ഫിലസ്തീൻ, ജോർദാൻ, ഇറാഖ്, ഈ 9 രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. എന്തിന്? പൈസ ഉണ്ടാക്കാൻ പോവല്ല, പഠിക്കാൻ പോവും. അവിടെ ചെന്നു അദ്ദേഹം 2 വർഷത്തെ ഈ പറഞ്ഞ ദുർഘടമായ യാത്ര ചെയ്ത് അദ്ദേഹം ഇറാഖിലെത്തി. ഇറാഖിലെത്തിയപ്പോ നമ്മളിത് കഥ പറയുമ്പോഴേ പള്ളിന്റെ അടുത്ത നമ്മളെ വീട്, നമ്മള് ഖുർആൻ ക്ലാസ്സിക്ക് വരുമുണ്ടോ നോക്കണം. 2 കൊല്ലം യാത്ര ചെയ്തിട്ടാണ് ഇദ്ദേഹം പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം അവിടെ എത്തിയപ്പോഴുള്ള അവസ്ഥ എന്താ അറിയോ? അഹ്മദ് ബിൻ ഹംബലിന് ദർസ് നടത്താൻ പാടില്ല എന്നാണ് സർക്കാർ ഓർഡർ. ദർസ് നടത്താൻ പറ്റൂല. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ പിഴച്ച കക്ഷികൾക്ക് സ്വാധീനമുള്ള കാലമായിരുന്നു. ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയാണെന്നൊക്കെ വാദിക്കുന്ന പിഴച്ച കക്ഷികൾ, അവർക്ക് ഭരണത്തിലും സ്വാധീനമുള്ള കാലമാണ്. ഭരണ സ്വാധീനമൊക്കെ ദുരുപയോഗപ്പെടുത്തി മഹാനായ അഹ്മദ് ബിൻ ഹംബലിനെ ജയിലിൽ അടക്കുകയും കുറെ കാലം ജയിലിൽ കടന്നു. ജയിൽ മോചിതനായിട്ടും ദർസ് നടത്താൻ പറ്റൂല എന്നാണ് വിധി, വിലക്ക്. അപ്പൊ ഇദ്ദേഹം ചെന്ന സമയത്ത് പഠിക്കാൻ ഒരു മാർഗവുമില്ല. അപ്പൊ അദ്ദേഹം അവസാനം സ്വീകരിച്ച രീതി എന്താണെന്നറിയോ? അഹ്മദ് ബിൻ ഹംബൽ ദർസൊന്നും നടക്കാതെ വീട്ടിലിരിക്കുന്ന സമയം, ജയിൽ മോചിതനാണ്, വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ തേടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും ദീർഘമായി യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തരണം. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പ്രയാസം പറഞ്ഞു, അദ്ദേഹത്തിന്റെ അവസ്ഥ വിശദീകരിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാ ദിവസവും ഒരു യാചകന്റെ വേഷത്തിൽ വരാം, ഒരു യാചകൻ വരുന്നത് പോലെ വരാം. അങ്ങനെ ഇദ്ദേഹം ഒരു കീറത്തുണി എടുത്തു, തലയിൽ ഒരു ചെറിയ കെട്ടുകെട്ടി, മുഷിഞ്ഞൊരു വേഷം ധരിച്ചു. എന്നിട്ട് അദ്ദേഹം എല്ലാ ദിവസവും അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ വീട്ടിൽ ഡോറിൽ വന്ന് മുട്ടും. മുട്ടുന്ന സമയത്ത് ഡോറ് തുറന്ന് ഇങ്ങനെ കാണുന്ന സമയത്തിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കും, ഒറ്റ ഹദീസ് പറഞ്ഞു. അത് കേട്ട് അദ്ദേഹം തിരിച്ചു പോരും. പിറ്റേ ദിവസവും ചെല്ലും,
മുട്ടും. ഒരു ഹദീസ് പറയും അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ. കാരണം അപ്പുറത്തുപുറത്തൊക്കെ നിരീക്ഷകരുണ്ട്, സർക്കാരിന്റെ നിരീക്ഷകരുണ്ട്, നിരീക്ഷണത്തിലാണ്. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും ചെന്ന് ഇങ്ങനെ യാചക വേഷത്തിൽ ചെന്ന് അദ്ദേഹം ഹദീസ് കൊടുക്കും. ചില റിവായത്തുകളിൽ പാടുന്നത് ഒരു ഹദീസും പറഞ്ഞു കൊടുക്കും, ചെറിയ റൊട്ടി കഷ്ടവും കൊടുക്കും. യാചകനാണ്, യാചക വേഷത്തിലാണല്ലോ. അപ്പൊ അങ്ങനെ അദ്ദേഹം 300 ഹദീസ് പഠിച്ചു എന്നാണ്. 300 ഹദീസ് അങ്ങനെ പഠിച്ചു. അപ്പൊ ഒരു ഏറെക്കുറെ ഒരു കൊല്ലം പോയിട്ടുണ്ടാവും. 300 ഹദീസ് അങ്ങനെ പഠിച്ചു. ഇദ്ദേഹമാണ് ബഖയ്യത്ത് ബിൻ മഖ്ലദ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു മഹാപണ്ഡി. പിൽക്കാലത്ത് അദ്ദേഹം മഹാപണ്ഡിതനായി മാറി. ലോകമറിയപ്പെട്ട തലയെടുപ്പുള്ള ഒരു പണ്ഡിതനായി അദ്ദേഹം മാറി എന്നാണ് നമ്മളിത് പഠിക്കുന്നത്. ഇത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് അള്ളാന്റെ ദീൻ പഠിക്കണമെന്ന ആത്മാർത്ഥമായ ഒരു നീയത്ത് നമ്മുടെ ഇടനെഞ്ചിലേക്ക് കേറിയാൽ പിന്നെ ഒന്നും നമുക്ക് തടസ്സമാകില്ല. അതിന്റെ വഴിയിൽ, ആ മാർഗത്തിൽ എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ സന്നദ്ധരായി മാറും. ഇതിന് നമ്മൾ സന്നദ്ധരായിരിക്കും. അതിന് നമുക്ക് സമയമുണ്ടാകും. നമ്മുടെ വിവാഹങ്ങളോ സൽക്കാരങ്ങളോ കച്ചവടമോ വ്യാപാരമോ വ്യവസായമോ അതിന്റെ പഠനത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഖുർആനുമായി നിരന്തരം നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും നമുക്ക് ഇപ്പൊ ലഭിക്കുന്നില്ലേറെ സമയം കിട്ടും എന്നതാണ് ഇതിന്റെ സത്യം. അല്ലാഹ് ബറക്കത്ത് തരും. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ഭരണാധികാരികൾ അവർ ധാരാളമായി ഖുർആൻ ഓതുന്നവരും പഠിക്കുന്നവരുമായിരുന്നു. ഇഷ്ടംപോലെ ഓതും. ഒരു ഭരണാധികാരിയുടെ തിരക്കും ചുറ്റുപാടൊക്കെ നമുക്കറിയാം. ഒരു ഭരണാധികാരിക്കുണ്ടാകുന്ന തിരക്ക് നമുക്കറിയാം. ആ തിരക്കിനിടയിലും ഖത്തം തീർക്കും. ഒരുപാട് തവണ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഖത്തം തീർക്കുന്ന ശീലം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായിരുന്നു. എവിടുന്നാണ് ആ സമയം കിട്ടുന്നത്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഇത് പ്രത്യേകം പറയാൻ കാരണം, അദ്ദേഹത്തിന്റെ കാലമായപ്പോയേക്ക് ഇസ്ലാം വളരെ വളർന്ന് പന്തലിച്ച് ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട്. വലിയ ഒരു സാമ്രാജ്യമായി മാറിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതിനിടക്ക് അദ്ദേഹം ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യും. ആ ശത്രുക്കൾ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുന്ന സമയത്ത് പോലും ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു എന്നാണ്. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശത്രുക്കൾ അദ്ദേഹത്തെ വന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വെട്ടേറ്റുകൊണ്ട് അദ്ദേഹത്തിന്റെ രക്തം ഖുർആനിലേക്ക് ഇറ്റി വീണിട്ടുണ്ട് എന്ന് പറയുന്നു. എന്ന് പറയുന്ന ആയത്തിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തുള്ളി രക്തം പോയി ചാടിയത് എന്ന് ചരിത്രം പറയുന്നു. ഇങ്ങനെ നിരന്തരം ഖുർആൻ ഓതും. നിരന്തരമായി ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഇടപെടുകയും ചെയ്താൽ നമുക്ക് സമയമില്ല എന്ന പ്രശ്നം അതോടുകൂടെ അവസാനിക്കും. സമയം അല്ലാണ്ട് തരുമെന്ന് പറയുന്നത് എത്രയോ ചരിത്ര സത്യങ്ങളുടെ പിൻബലത്തിലാണ്. സ്വഹാബികളുടെ, അവിടെ നിങ്ങോട്ടുള്ള താബിഈകളുടെ, അവരുടെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന, പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണത്. മറ്റൊരു നേട്ടമുള്ളത്, നമ്മുടെ ജീവിതത്തിൽ സമ്പൂർണമായ പരിവർത്തനങ്ങൾ ഉണ്ടാകും. നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കഥ കൂടെ, ഒരു ചരിത്രം കൂടെ പറയാം. നമുക്ക് പലപ്പോഴും കേട്ടതായിരിക്കും. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനുണ്ട്. നമ്മൾ ഖുതുബകളിൽ, ഇതുപോലെയുള്ള ക്ലാസുകളിൽ, അതുപോലെ ഒരു ലേഖനം, പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് വല്ലാതെ ആവർത്തിക്കപ്പെടാറുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഈ മഹാൻ, അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതം വളരെ മോശമായി. കൊള്ളക്കാരനാണ്. കൊള്ളയാണ് ജോലി, പ്രൊഫഷണൽ കൊള്ള എന്ന് പറയുന്നത്. ആ രീതിയിൽ അതിൽ വ്യാപൃതനായിരുന്ന ആളാണ്. ഒരു ദിവസം ഇങ്ങനെ കൊള്ളടിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് ഇങ്ങനെ കേറുമ്പോ അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ ഒരു വചനം ഇങ്ങനെ കേൾക്കാണ്. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്.
സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് കീഴൊതുങ്ങാൻ ഇനിയും സമയമായില്ലയോ എന്ന വചന കേൾക്കുന്നത്. ഇനിയും നന്നാകാൻ സമയമായില്ലേ, അല്ലെങ്കിൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വിനയാനീതരാകാൻ സമയമായില്ലയോ എന്ന വചനം കേട്ടപ്പോ അന്നാണ് നിർത്തിയതാണ് പരിപാടി. അന്നാണ് നിർത്തി ഈ കൊള്ള. എന്നിട്ട് അദ്ദേഹം അവിടെ തന്നെ പറഞ്ഞു, ആനൽ വഖ്ത്, സമയമായി എന്ന് പറഞ്ഞ് അന്ന് തന്നെ അദ്ദേഹം അത് നിർത്തി ദീൻ പഠിക്കാൻ തുടങ്ങി. പഠിച്ചു വലിയ ആലിമായി മാറി, വലിയ മുഫസ്സിറായി മാറി, ഖുർആൻ വ്യാഖ്യാതാവായി മാറി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിക്കാത്ത ഒരു തഫ്സീറും ഉണ്ടാവില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞ് ആധികാരികമായ വാക്കുകളുടെ ഉടമയായി മാറാവുന്ന വിധത്തിലേക്ക് അദ്ദേഹം വളർന്നു. എന്താ കാരണം? ഒറ്റ ആയത്താണ് സ്വാധീനിച്ചത്. കൂട്ടത്തിൽ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, വിശുദ്ധ ഖുർആനിന്റെ 6000 ചില്ലാനും വരുന്ന 6000-ഓളം വരുന്ന ആയത്തുകളിൽ ഏത് ആയത്താണ് നമ്മെ സ്വാധീനിച്ചത്? അങ്ങനെ പറയാൻ ഒരായത്തുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. 6000-നോളം അടുത്ത് വരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ വചനങ്ങളിൽ ഇന്ന വചനമാണ് എന്റെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കിയത്, എന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറിയത് ഇന്ന ആയത്താണ് എന്ന് പറയാനുള്ള ഒരു ആയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നും നമ്മൾ സാന്ദർഭികമായും ആലോചിക്കേണ്ടതാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ സ്വാധീനം അത് നമ്മുടെ മനസ്സിൽ ഈ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളയെ പോലെ നമ്മുടെ ജീവിതത്തിലേക്കും അത് കടന്നു വന്നാൽ ഇത് ഇവിടെ പറഞ്ഞ വിധത്തിലുള്ള വലിയ നേട്ടങ്ങളുണ്ടാവും. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഖുർആൻ പഠിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന നേട്ടവും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ദുരന്തവും രണ്ടും വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിന് മുമ്പിലുള്ള നമ്മെക്കുറിച്ചുള്ള വലിയൊരു പരാതിയുമായി ബന്ധപ്പെട്ട ആയത്തിന്റെ വിശദീകരണത്തിലും പല പണ്ഡിതന്മാർ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു പരാതി ഞാനിവിടെ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ച വചനമാണ്. സൂറ ഫുർഖാനിലാണത്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂലുള്ളാഹി പറയും, എന്റെ റബ്ബേ, എന്റെ ഈ ജനത ഈ ഖുർആനിനെ അവർ അവഗണിച്ചു തള്ളി എന്ന് നമ്മളെ കുറിച്ച് പരാതി പറയും. നമ്മളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ബോധ്യപ്പെടുത്തുന്ന പരാതിയാണ്, അവർ ഖുർആൻ അവഗണിച്ചു എന്ന് പറയും. നമ്മുടെ സൃഷ്ടികളിൽ നമ്മോട് ഏറ്റവും കൂടുതൽ കരുണയുള്ള ആളാണ് റസൂൽ. ത്വായിഫിൽ നിന്ന് തന്നെ എറിഞ്ഞാട്ടിയ ശത്രുക്കൾക്ക് വരെ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അവർ അത് ചെയ്തത്, പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് റസൂലുള്ളാഹിയെ എറിഞ്ഞാട്ടിയപ്പോൾ മലകളുടെ ചുമതലയുള്ള മലക്കുകളെ പറഞ്ഞയച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കൾ സമ്മതം തരികയാണ് എങ്കിൽ ഈ മല ഇവരുടെ മുകളിൽ മറിച്ചിട്ട് അവരെ നശിപ്പിക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങളെ സമ്മതം കിട്ടണം. ആ സമയത്ത് റസൂൽ പറഞ്ഞത് വേണ്ട എന്നാണ്. കാരണം ഭാവിയിലെങ്കിലും ഇവരുടെ തലമുറകളിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുവഹിദുകൾ പിൻതലമുറകളിലെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അതാണല്ലോ നല്ലത് എന്ന് പറഞ്ഞ് ക്ഷമയുടെ ഉജ്ജ്വല മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തത് നമ്മൾ കാണുന്നു. അതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മെ കുറിച്ച് പരാതി പറയുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞത്, ഖുർആന ഹുജ്ജത്തുൽ ലക വഅലൈക, ഖുർആൻ നിനക്ക് ഒന്നുകിൽ അനുകൂലമായ രേഖയാണ്, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായ രേഖയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ 3 വിഭാഗം ആളുകളുണ്ടാവും. ഒന്ന്, ആ പ്രശ്നത്തോട് യോജിപ്പുള്ളവരുണ്ടാകും, വിയോജിപ്പുള്ളവരുണ്ടാകും, നിഷ്പക്ഷത പാലിക്കുന്നവരുണ്ടാവും. ഖുർആന് 2 നിലപാടേ ഉള്ളൂ. ഒന്നുകിൽ നമുക്ക് അനുകൂലം, അല്ലെങ്കിൽ എതിര്. നിഷ്പക്ഷത ഉണ്ടാവില്ല.
നമ്മുടെ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കുക, അതുണ്ടാവില്ല. ഒന്നുകിൽ നമുക്ക് അനുകൂലം, അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലം. ഇങ്ങനെയാണ് ഉണ്ടാകുക. ഖുർആൻ പഠനത്തിൽ നിന്ന് ന്യായമായ കാരണങ്ങളില്ലാതെ അകന്നു നിൽക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിശക്തമായ ഭാഷയിലുള്ള ഈ ഒരു പരാതിയെ കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കണം. ആ പരാതിയുടെ പട്ടികയിൽ ഞാൻ ഉൾപ്പെടുമോ എന്ന് നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിന് പുറമെ മഹാരഥന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരും പറഞ്ഞിട്ടുണ്ട്. അവരും ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഫമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ എന്ന് സൂറത്ത് ത്വാഹയിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവർ, അവർക്ക് നാം ഒരു ഞെരുങ്ങിയ ഇടുക്കമുള്ള ജീവിതം നൽകും. ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ അവർ തീരെ കണ്ണു കാണാത്തവരായിട്ടാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ പഠിക്കാത്ത, അള്ളാഹുവിന്റെ ദിക്റിനെ കുറിച്ച്, അള്ളാഹിന്റെ ദിക്ർ എന്ന ഏറ്റവും വലിയ ദിക്ർ ഖുർആനാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ദിക്ർ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ആ ദിക്റിൽ നിന്ന് വല്ലവനും പിന്തിരിഞ്ഞു പോകുന്ന പക്ഷം അവൻ അല്ലാഹു തആല ഒരു ഞെരുങ്ങിയ ഇടുക്കമുള്ള ജീവിതമാണ് അല്ലാഹു തആല അവന് നൽകുക. ഞെരുക്കമുള്ളത് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അവൻ ഒരുപക്ഷെ മുന്തിയ ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്, മുന്തിയ വസ്ത്രമായിരിക്കും ധരിക്കുന്നത്, ഏറ്റവും മുന്തിയ വാഹനത്തിലായിരിക്കും അവൻ യാത്ര ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും അവന്റെ മനസ്സിന് സുഖം ഉണ്ടാവില്ല. മനസ്സെപ്പോഴും ഒരു ഇടുക്കവും ഞെരുക്കവും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലായിരിക്കും അവനുണ്ടാകുക. അത് ഇഹലോകത്ത് നിന്ന് കിട്ടുന്ന ശിക്ഷയാണ്. ഖുർആൻ പഠിക്കാത്ത ആളുകൾക്ക് ഇഹലോകത്ത് നിന്ന് കിട്ടുന്ന ശിക്ഷയാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ലങ്ക് എന്ന് പറഞ്ഞാൽ ഖബർ ശിക്ഷയാണ്. അപ്പൊ ഖബറിലും ഉണ്ടാവും ശിക്ഷ. ഖബറിൽ സമയം പറയുന്നുണ്ട്, ഖബറിലുണ്ടാവും ശിക്ഷ. ഖബറിലെ മലക്കുകൾ ചോദ്യം ചോദിച്ചിട്ട് അതിനുത്തരം പറയാൻ സാധിക്കാതെ വരുമ്പോ ദണ്ടുകൊണ്ട് മലക്കുകൾ മൂർധാവിലടിക്കുമെന്ന് ഹദീസിലുണ്ട്. ചില റിവായത്തുകളിൽ പറയുന്നത് മിനയിൽ ഹജ്ജിന്റെ സമയത്ത് മിനയിൽ ആളുകൾ കഴിച്ചു കൂട്ടുമല്ലോ, ആ മിനയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾക്കെങ്ങാനും ആ ദണ്ട് കൊണ്ടൊരു അടി കിട്ടിയാല് അവരുടെ തല പിളർന്നു പോകും. അങ്ങനെ മൊത്തം അവിടെ കൂടിയ ആളുകളുടെ തല പിളർന്നു പോകാൻ മാത്രമുള്ള തീവ്രമായ അടി ഒരാൾക്കാ കിട്ടുന്നത്, ഒരു കബറാളിക്ക് അങ്ങനെ കിട്ടും. അപ്പൊ അവന്റെ തല മൂർധാവാകെ പൊട്ടി പിളർന്ന് ചിന്നി ചിതറും. പക്ഷെ അതോടുകൂടെ അവസാനിക്കൂലല്ലോ, വീണ്ടും പഴയ പോലെയാവും. എന്നിട്ട് ഈ മലക്കുകൾ അവനോട് പറയുന്നൊരു കാര്യം, ഇങ്ങനെ കണ്ടാല് ഈ ഒരു അവസ്ഥയിലേക്ക് നീ എത്താനുള്ള കാര്യം എന്താണെന്നറിയോ? മാ തലൗത്ത വല ദറൈത്, നീ ഖുർആൻ ഓതി പഠിച്ചില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഓതി പഠിച്ചില്ല, നീ ഖുർആൻ പഠിച്ചില്ല. അതുകൊണ്ടാണ് നിനക്ക് ഇത്രമേൽ വലിയ ശിക്ഷ. ഇത് ഖബറിന്ന്, പരലോകത്ത് ചെല്ലുമ്പോ വേറെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കാത്ത ആളുകൾക്കുള്ള ശിക്ഷ ഇഹലോകത്ത്, ബർസഖിയ ലോകത്ത്, പാരത്രിക ലോകത്ത്, 3 ലോകത്തും അതിന്റെ ശിക്ഷ അവൻ ഉണ്ടാകുമെന്നാണ്. അപ്പൊ ചെറിയ കാര്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഇപ്പൊ കൂടിയ ആളുകളൊക്കെ ഖുർആൻ ക്ലാസ് ഏറെക്കുറെ പങ്കെടുക്കുന്നവരാണ്. നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെയും ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമവും അതിനുള്ള അധ്വാനമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അങ്ങനെ മൊത്തം ഖുർആനുമായി ബന്ധമുള്ളൊരു കുടുംബമായി, ഒന്നും കൂടെ വികസിച്ച് ഒരു നാടായി ഇത് മാറണം. അതിനുള്ള ഈ അവസരങ്ങൾ നമ്മൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. മഹാരഥന്മാരായ പല പണ്ഡിതന്മാരും, പ്രത്യേകിച്ച് സ്വഹാബികളിൽപ്പെട്ട പലരും പറഞ്ഞിട്ടുള്ളത്,
ചെറിയ വീട് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ വീട് എന്ന് പറഞ്ഞാൽ വലിയ സൗകര്യമൊന്നുമില്ലാത്ത ഒരു ചെറ്റപ്പുര, നമ്മളെ എന്താ കുടിൽ എന്ന് പറയും. സ്വഹാബികളുടെ വീക്ഷണത്തിൽ ചെറിയ വീട് എന്ന് പറഞ്ഞാൽ അതല്ല. അവർ പറയുന്നത്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്ന അസ്ഗറൽ ബുയൂതി ബൈത്തുൻ ലൈസ ഫീഹാ അൽ ഖുർആൻ. ഖുർആൻ ഇല്ലാത്ത വീടാണ് ചെറിയ വീട്. ഖുർആൻ ഇല്ലാത്തതാണ് ഖുർആന്റെ കോപ്പി ഇല്ലാത്തതെന്നല്ല, അതെല്ലാ വീട്ടിലുണ്ടാവും, കയ്യിലുണ്ടാവും, പോക്കറ്റിലും ഉണ്ടാവും. അതല്ല ഉദ്ദേശം. മറിച്ച് ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക, പാരായണം ചെയ്യുക, ഇതൊന്നും നിർവഹിക്കപ്പെടാത്ത വീടാണ് സ്വഹാബത്തിന്റെ ദൃഷ്ടിയിലുള്ള ചെറിയ വീട്. ഭാഗ്യം എത്ര വലിയ വീടാണെങ്കിലും അത് ഫലത്തിൽ ചെറുതാണ്. അതൊരു ഇടുങ്ങിയ വീടാണ്, ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ വീടുകൾ അത് വളരെ ചെറുതാണെങ്കിലും വലുതാക്കാൻ ശ്രമിക്കണം. അഥവാ അവിടെ പഠനങ്ങൾ, പാരായണങ്ങൾ അത് നടക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉം മിനൽ ഖുർആൻ കൽ ബൈത്തിൽ ഖരിബ്. ഒട്ടും ലവലേശം ഖുർആൻ മനസ്സിലില്ലാത്തവൻ, അവന്റെ മനസ്സ് തകർന്നടിഞ്ഞ വീട് പോലെയാണ്, ആൾപ്പാർപ്പില്ലാത്ത വീട് പോലെയാണ്. ആൾപ്പാർപ്പില്ലാത്ത വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? നാട്ടിലെ എല്ലാ തോന്നിവാസങ്ങളുടെയും ആലോചനാ കേന്ദ്രമായിരിക്കും അത്. കള്ളുകുടി തുടങ്ങി എല്ലാ വൃത്തികേടുകളും ആസൂത്രണം ചെയ്യുന്ന ഒരു ഇടമായിരിക്കും തകർഞ്ഞ ആൾപ്പാർപ്പൊന്നുമില്ലാത്ത വീട്. ഇതേപോലെയാണ് വിശുദ്ധ ഖുർആൻ ഒട്ടും മനസ്സിലില്ലാത്തവന്റെ വീട്. അത് തകർന്നടിഞ്ഞ വീട് പോലെയാണ്. എല്ലാവിധ തിന്മകളും തഴച്ചു വളരുകയും എല്ലാവിധ തിന്മകളും പൊട്ടിമുളക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അത് മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉം മിനൽ ഖുർആൻ കൽ ബൈത്തിൽ ഖരിബ്. മനസ്സിൽ ലവലേശം ഖുർആൻ ഇല്ലാത്തവൻ, അവന്റെ മനസ്സ് അത് തകർന്നടിഞ്ഞ വീട് പോലെയാണ് എന്നാണ്. ആൾപ്പാർപ്പില്ലാത്ത തകർന്നടിഞ്ഞ വീട് പോലെയാണ് അവന്റെ മനസ്സ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതിൽ നിന്ന് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവന്റെ മനസ്സ് ഒരു എന്താ പറയാ, ഒരു ക്രൂരത നിറഞ്ഞ മനസ്സായി മാറും. എല്ലാവിധ തിന്മകളും അടിഞ്ഞുകൂടുന്ന, എല്ലാവിധ തിന്മകളും ആസൂത്രണം ചെയ്യുന്ന അതിന്റെ ഒരു കേന്ദ്രമായി അവന്റെ മനസ്സ് മാറും. അപകടകരമാണത്. അതുകൊണ്ട് അത്തരമൊരു അപകടം നിറഞ്ഞ അവസ്ഥയിലേക്ക് പോയി ചാടാതിരിക്കാൻ വിശുദ്ധ ഖുർആനുമായി നമുക്ക് ഗാഢമായ ബന്ധമുണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഒരു വിധാനത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മളിത് പഠിക്കേണ്ടത്? ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഖുർആൻ പഠിക്കേണ്ടത് എന്ന് പറയുന്നത് അത് നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം പഠിക്കുന്നത് പോലെയല്ല. ഖുർആൻ പഠിക്കുന്നതിന് ഒരു പ്രത്യേകമായ രീതിയും കുറ്റമറ്റൊരു സംവിധാനവുമുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, മൊത്തത്തിൽ പറയാം. പൊതുവെ ആളുകൾ പറയുന്നത്, ഇപ്പൊ ഇന്നലെ ക്ലാസ്സിന് പോകണം, നമ്മളെ കയ്യിൽ ഖുർആൻ ഉണ്ട്, ഗൂഗിളിനോട് ചോദിച്ചാലൊക്കെ കിട്ടും അല്ലേ? ഷെയ്ഖ് പറഞ്ഞു തരൂ, എന്റെ ആയത്തിന്റെ തഫ്സീർ എന്നതാണ്, അപ്പൊ അതിനോട് ചോദിച്ചാൽ മതി, എന്തിനാ അവിടെ പോയി സമയം കളയുന്നത് എന്നൊക്കെ ഇങ്ങനെയുള്ള ചില ദുർബോധനങ്ങളും ദുഷിച്ച ചിന്തകളൊക്കെ ശൈത്താൻ ഇട്ട് വരും. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അകലുന്ന ആൾക്ക് അള്ളാഹു താല പിന്നെ കൂട്ടുകാരനായി അള്ളാഹ് നിശ്ചയിച്ചു കൊടുക്കുന്നത് ശൈത്താനെയാണെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, സൂറത്ത് സുഖ്റുഫിൽ കാണാം, പലയിടങ്ങളിലും കാണാം. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്ന ഒരാൾക്ക് അവന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായി അള്ളാഹു താല ഇട്ടുകൊടുക്കുന്നത്, നിശ്ചയിച്ചു കൊടുക്കുന്നത് ശൈത്താനെയാണ്. അവർ നേർമാർഗത്തിൽ നിന്നും അവരെ തടയും.
അവർ അഥവാ ശൈത്താന്മാർ ഈ ആളുകളെ നേർമാർഗത്തിൽ നിന്ന് തടയുകയും തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ് എന്ന് തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറയാം. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് സ്വയം പഠിക്കാവുന്ന കാര്യമല്ല. അത് വ്യവസ്ഥാപിതമായി ഖുർആൻ പഠിപ്പിക്കുന്ന ആളും അയാൾക്ക് തോന്നിയ പോലെ പഠിപ്പിക്കുക, അതും പറ്റൂല. പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒന്നുകൂടെ ഉത്തരവാദിത്വം പഠിപ്പിക്കുന്നവനാണ്. അയാൾക്ക് നല്ലതല്ലേ എന്ന് തോന്നുന്ന ഒരു കാര്യം പറയാൻ പാടില്ല. അത് കൃത്യമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ മറ്റൊരായത്ത് വന്നിട്ടുണ്ട്, ഇതിന്റെ വിശദീകരണത്തിൽ നബിയിൽ നിന്ന് വന്നിട്ടുള്ള വിശദീകരണം ഇതാണ്, നബിയിൽ നിന്ന് ഖുർആൻ കേട്ട് പഠിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ പ്രഥമ അഭിസംബോധിതരായ സ്വഹാബത്ത് ഇങ്ങനെയാണ് ആയത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് രീതി, അങ്ങനെ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ സ്വയം നമുക്ക് അങ്ങനെ ദീവാക്കാൻ കുഴപ്പമില്ലല്ലോ, അല്ലെ ഇത് തിരക്കേടില്ലല്ലോ, ഇങ്ങനെ പറയാം എന്ന് തീരുമാനിക്കുന്നതും അപകടമാണ്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായി നരകത്തിൽ എറിയപ്പെടുന്നത് ആരാ? ഫസ്റ്റ് നരകത്തിൽ കൊണ്ടുപോയി തള്ളുന്നത് നിങ്ങളോട് ഉണ്ടോ അറിയാണല്ലോ. ഫസ്റ്റിൽ നരകത്ത് കൊണ്ടുപോയി തള്ളുന്ന 3 വിഭാഗം ആളുകളെയാണ്. ഒന്ന് പിന്നെ ദാനധർമ്മം ചെയ്തൊരാൾ. അയാൾ ചോദിക്കും, നീനക്ക് സമ്പത്ത് നൽകിയത് എന്താ ചെയ്ത? അയാൾ പറയും, ഞാൻ ഇഷ്ടംപോലെ ധർമ്മം ചെയ്തിട്ടുണ്ട്. അപ്പൊ പറയും, നീ നുണയാണ് പറഞ്ഞത്, കാരണം നീ ആളുകൾക്കിടയിൽ ധർമ്മിഷ്ഠനാണെന്ന് പേര് കിട്ടാൻ വേണ്ടിയാ ചെയ്തത്. അതേപോലെ യോദ്ധാവ്, അയാളോട് ഒരു യോദ്ധാവ്, എല്ലാ യോദ്ധാക്കളുമല്ല, അയാളോട് ചോദിക്കും, നീ എന്ത് ചെയ്തു? അയാൾ, എന്റെ ധീരത ഞാൻ നിന്റെ മാർഗത്തിൽ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അയാളോടും പറയും, നീ നുണ പറയുന്നത്, നീ ധീരനാണെന്ന് പേരിട്ടാൻ വേണ്ടി യുദ്ധം ചെയ്ത്. അവസാനം പറഞ്ഞാണ് നമ്മുടെ വിഷയത്തിൽ കൂടുതൽ ബന്ധമുള്ളത്. വേറൊരാൾ ചോദിക്കും, നീ എന്താ ചെയ്തത്? അപ്പൊ അയാൾ പറയും, ഞാൻ നന്നായ ആളുകളെ ഖുർആൻ പഠിപ്പിച്ചിരുന്നു, ദീൻ പഠിപ്പിച്ചിരുന്നു ഞാൻ. അപ്പൊ അയാൾ പറഞ്ഞു, നീ പച്ച നുണയായി പറയുന്നു, കാരണം നീ പഠിപ്പിച്ചത് നീ വലിയൊരു ആലിമാണ് എന്ന് ഒരു കീർത്തി കിട്ടാൻ വേണ്ടിയാണ്. ഈ വിഭാഗം ആളുകളെയാണ് ആദ്യമായി നരകത്തിലെറിയുക. കാഫിറുകളെയും മുശ്രിക്കുകളെയും നരകത്തിലെറിയുന്നതിന് മുമ്പ് നബി ആദ്യം പറഞ്ഞത്, അവരൊക്കെ നരകത്തിലെറിയുന്നതിന് മുമ്പ് ഈ 3 വിഭാഗം ആളുകളെയാണ് നരകത്തിലെറിയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ കാണാം. പഠിപ്പിക്കുന്നവനും പഠിക്കുന്നവർക്കും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന കാര്യമാണ് ഇതിൽ നിന്ന് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ആത്മാർത്ഥതയാണ്. ഇവിടെ റിയാൾ പ്രകടനപരത കടന്നുകൊണ്ടാണ് അവരെ നരകത്തിൽ. ആത്മാർത്ഥതയുടെ കൊടിയ ശത്രുവാണ് പ്രകടനപരത, റിയാഗ്, ലോകമാന്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് ഒരിക്കലും കടന്നു വരരുത്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി നമുക്ക് കാണാം. ഒരാൾ ദീൻ പഠിക്കുന്നത് എനിക്ക് ആളുകൾക്കിടയിൽ അംഗീകാരം കിട്ടണം ആ ഒരു നിയത്തിലോ, അല്ലെങ്കിൽ ആളുകളുമായി തർക്കിക്കണം ആ ഒരു നിയത്തിലോ ഒക്കെ, അതൊക്കെയാണ് അയാളുടെ നിയത്ത് എങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞത് അന്നാറ അന്നാർ, അയാൾ നരകത്തെ സൂക്ഷിച്ചു കൊള്ളട്ടെ, സ്വർഗത്തിന്റെ പരിമണം പോലും അയാൾക്ക് കിട്ടില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. ഇതെന്താ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മളെ ഖുർആൻ ക്ലാസ്സിലൊക്കെ വരുമ്പോ അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ അവനെ വഴിതെറ്റിക്കാൻ പിശാച് ഉപയോഗപ്പെടുത്തുന്ന ഒരു വഴിയാണ്. പിശാചിനറിയാം ഓരോരുത്തരും എങ്ങനെ പിടിക്കേണ്ടത്. അപ്പൊ ഓരോരുത്തർക്കും പറ്റിയ വഴിയിലൂടെ അവൻ വരും. അപ്പൊ അതിനൊക്കെ തടയിടാൻ നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ ഇടക്കിടക്ക് നമ്മൾ ആത്മപരിശോധന നടത്തണം. ഞാനിത് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാനിത് പഠിപ്പിക്കുന്നത് എന്താണ് എന്റെ ലക്ഷ്യം? ലക്ഷ്യത്തെക്കുറിച്ചോ നിയത്തിനെ കുറിച്ചോ നിരന്തരമായ പുനർവിചിന്തനം നമ്മൾ നടത്തിയേ പറ്റൂ. എങ്കിലേ ഇതില് ഒരു ബറക്കത്തുണ്ടാകുക. അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ അപകടങ്ങളൊക്കെ നമ്മുടെയും ജീവിതത്തിൽ കടന്നു വരും. അത് കടന്നു വരാതിരിക്കാൻ വിശുദ്ധ ഖുർആനോട് സമീപിക്കേണ്ട രീതിയിൽ അതിനോടുള്ള നസീഹത്തോടുകൂടെ അതിനെ സമീപിക്കുകയും ഖുർആൻ പഠന ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ അത് പഠിക്കാൻ തയ്യാറാകുകയും വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വയം പഠനം പലപ്പോഴും അപകടം.
സ്വന്തമായ നിലക്ക് നമ്മൾ പഠിക്കുന്നത് അപകടത്തിൽ പോയി ചാടും. അപ്പൊ അതിനൊരു കഥ പറയാറുണ്ട്. പിന്നെ ഒരാൾ സ്വന്തം നിലക്ക് അതീത് പഠിക്കാൻ വരും. അങ്ങനെ അതീത് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ ഹബ്ബത്തു സൗദ എന്ന കരിഞ്ചീരകം എല്ലാവിധ രോഗത്തിനുള്ള ഔഷധമാണെന്ന് അതീതുണ്ട്. ഹബ്ബത്തു സൗദ, ഹബ്ബ. ഇയാള് വായിച്ചത് ഹയ്യാന്നാണ്. സ്വന്തമായിട്ട് പഠിക്കണേ ഒരു ഗുരുവിന്റെ സഹായത്തില്ല. ഹയ്യത്തു സൗദ എന്നായി. അപ്പൊ ഹയ്യത്തനെ പാമ്പ് എന്നർത്ഥം. അപ്പൊ ഇയാളിങ്ങനെ വായിച്ചു ഹയ്യത്തു സൗദാന കറുത്ത പാമ്പ്. സൗദാന കറുത്ത പാമ്പ് എല്ലാ രോഗത്തിലുള്ള മരുന്നാണെന്ന് അയാൾ മനസ്സിലാക്കി. സ്വയം പഠനത്തിന്റെ അപകടം പറയുമ്പോ പണ്ഡിതന്മാർ പറയുന്ന ഒരു കഥയാണ്. അങ്ങനെ പല അപകടങ്ങളും വരും. അതുകൊണ്ട് നമ്മൾ ഒരു ഗുരുവിന്റെ, ഒരു അധ്യാപകന്റെ, ഒരു ഉസ്താദിന്റെ കീഴിൽ, അതാരാവട്ടെ, ഒരു ഉസ്താദിന്റെ കീഴിലിരുന്നു കൊണ്ടായിരിക്കണം നമ്മൾ ദീൻ പഠിക്കേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ സ്വഹാബത്ത് പിന്നെ അറബി അറിയുന്നവർ തന്നെയാണ് സ്വഹാബത്ത്, അല്ലെ? സ്വഹാബത്ത് കൃത്യമായ അറബി അറിയുന്നവരാണ്. എന്നിട്ട് പിന്നെ എന്തിനാ അവർ അതിന്റെ വ്യാഖ്യാനം ചോദിച്ചു നബിന്റെ അടുത്തേക്ക് പോണേ? ശരിക്കും അറബി അറിയില്ല. അറബി നന്നായി അറിയാം. അറബി ഭാഷ കലക്കി കുടിച്ച ആളുകളാണ്. എന്നിട്ടും നബീന്റെ അടുത്ത് പോയിട്ട് എന്താണ് ഇതിന്റെ വിശദീകരണം, എന്താണ് അതിന്റെ അർത്ഥം എന്നവർ ചോദിക്കുന്നത് എന്തിനാ? അവർക്ക് ഭാഷാ കഴിവുണ്ടായാൽ മാത്രം പോരാ, അതിന്റെ വിശദീകരണം പറഞ്ഞു തരേണ്ടത് അള്ളാന്റെ റസൂലാണ്. ആ വിശദീകരണം പഠിക്കേണ്ടത്. അപ്പൊ അവർ പഠിച്ചിരുന്ന ഒരു രീതി കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു 10 ആയത്തെടുക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു 10 ആയത്തെടുക്കും. എന്നിട്ട് അതിന്റെ പാരായണം പഠിക്കും. എന്നിട്ട് അതിന്റെ അർത്ഥം പഠിക്കും. എന്നിട്ട് ആ ആയത്തിൽ പറഞ്ഞ കാര്യം, അതില് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കും. അതിലെന്തെങ്കിലും നമ്മൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാണ്ടോ അത് ചെയ്യൂ. എന്തെങ്കിലും ഒഴിവാക്കണം എന്നാണോ പറഞ്ഞിട്ടുള്ള ആ കാര്യം ഒഴിവാക്കും. ഇങ്ങനെ പഠിച്ചിട്ട് അങ്ങനെ 10 ആയത്ത് പഠിച്ചിട്ട് 11ാമത്തെ ആയത്തേക്ക് പോവുള്ളൂ. അതുകൊണ്ടാണ് അൽ ബഖറ പഠിക്കാൻ 8 വർഷം വേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ വേണ്ടി വരും. അൽ ബഖറ പഠിക്കാൻ 8 വർഷം വേണ്ടി വന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ അൽ ബഖറ പഠിച്ച ആളാണ് അയാൾ എന്ന് പറഞ്ഞാൽ അയാളോട് ഒരു പ്രത്യേക ആദരവ് ഉണ്ടാവും. കാരണം അത്രയും ഖുർആൻ പഠിച്ച ആളാണെന്ന് അർത്ഥം. ഈ രീതിയിലുള്ള പഠനമാണത്. അപ്പൊ അങ്ങനെ പഠിക്കാൻ നമുക്ക് കഴിയണം. ഇത് യഥാർത്ഥത്തിൽ ദീനിനോട് നമ്മൾ കാണിക്കുന്ന നസ്രീഹത്താണ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നസ്രീഹത്ത് എന്ന് പറഞ്ഞ 5 കാര്യങ്ങളാണ്. അതിലൊന്ന് ലി കിതാബിഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോടുള്ള ഗുണകാംക്ഷയാണ്. ഗ്രന്ഥത്തോടുള്ള ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ അത് പഠിക്കലാണ്. ഖുർആൻ നിരോധിക്കണം എന്ന് പറയുമ്പോൾ അതിനെതിരെ കൊടിയെടുത്ത് ചാടി നടക്കൽ മാത്രമല്ല. നമ്മുടെ നാട്ടിൽ പലപ്പോഴും എങ്ങനെ വരണം, ഖുർആൻ നിരോധിക്കണം, ഇന്ന വചനങ്ങൾ നിരോധിക്കണം എന്ന് പറഞ്ഞ് മുമ്പൊക്കെ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ അതിനെതിരെ പ്രതിഷേധിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഖുർആനോടുള്ള നസീഹത്ത് പ്രതിഷേധത്തിൽ ഒതുങ്ങരുത്. ഖുർആനോടുള്ള നസീഹത്ത് എന്ന് പറയുന്നത് ഒന്നാമതായി അത് പഠിക്കലാണ്, അത് പാരായണം ചെയ്യലാണ്, അത് ഹിഫ്ളാക്കലാണ്, അത് പ്രബോധനം ചെയ്യലാണ്. എന്റെ വിഷയത്തിന്റെ മറ്റു ഭാഗം അതാണ്, അത് പറയാൻ സമയമില്ല. ഖുർആന്റെ അതിന്റെ നിർവഹണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പുലർത്തണം, അത് ആളുകൾക്കോട് പറയണം. നബി പറഞ്ഞല്ലോ, ബല്ലിഗൂ അന്നി വലൗ ആയ, നിങ്ങൾ എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അതറിയണ പറഞ്ഞാൽ മതി. നമുക്കൊരായത്ത് അതിന് കൃത്യമായ വ്യാഖ്യാനങ്ങളും അർത്ഥവും ഒക്കെ നമുക്ക് അറിയും. അത് തന്നെയാണ് ഇതിന്റെ വ്യാഖ്യാനം എന്ന് നമ്മൾ പഠിച്ച് നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം പിന്നെ മൂടി വെക്കരുത്. അത് പിന്നെ പറയണം, നമ്മുടെ സ്വകാര്യ സ്വത്തൊന്നും അല്ലത്. അത് മൂടി വെക്കരുത്, അത് ആളുകളോട് പറയണം. അത് നമ്മുടെ ബാധ്യതയാണ്. അതാണ് അതിന്റെ നിർവഹണം എന്ന് പറയുന്നത്. അങ്ങനെ ഖുർആൻ പഠിച്ച സ്വഹാബികൾ ഈ അർത്ഥത്തിൽ അതിന്റെ നിർവഹണം നിർവഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ദീന് കിട്ടാനുള്ള ഭൗതികമായ ഒരു സാധ്യതയില്ല. ഭൗതികമായ സാധ്യതയില്ല, കിട്ടൂല എന്നല്ലേ പറയണത്. ഭൗതികമായി നോക്കുമ്പോൾ അതിന്റെ ഒരു സാധ്യത കാണുന്നില്ല. അപ്പൊ അവരിങ്ങനെ ജനിച്ച നാട്ടിൽ തന്നെ അവരുടെ ഇബാദത്തും അവരുടെ കച്ചവടവും അവരുടെ വ്യാപാരമായിട്ട് ഒതുങ്ങിക്കൂടിയില്ല അവർ. നോക്കൂ നിങ്ങൾ, മക്കയും മദീനയും ഒഴിവാക്കിയിട്ടാണ് അവർ നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നിട്ടുള്ളത്, അല്ലെ? ഒരു നിസ്കാരം നിർവഹിച്ച 1 ലക്ഷം നിസ്കാരം നിർവഹിച്ച കൂലി കിട്ടുന്ന മക്ക ഒഴിവാക്കിയിട്ട്, ഒരു നിസ്കാരം നിർവഹിച്ചാൽ 1000 റക്അത്ത് നിസ്കാരം നിർവഹിച്ച കൂലി കിട്ടുന്ന മദീന ഒഴിവാക്കിയിട്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് അവർ നമ്മുടെ നാട്ടിലേക്ക് ദഅവത്തുമായി വന്നത്.
അവരിപ്പോ ചിന്തിക്കുകയാണ്, അങ്ങനെ ചിന്തിച്ചു വിചാരിച്ചോളൂ നിങ്ങൾ, 1,00,000 പിന്നെ സ്കെച്ചാൽ കൂലി കിട്ടുന്ന ഈ പള്ളി വിട്ടിട്ട് ഞാൻ എന്തിനാ പോകുന്നത്, നഷ്ടക്കച്ചവടല്ലേ എന്നവർ ചിന്തിച്ചില്ല. അവർ ആലോചിച്ചത് ഈ സന്ദേശം കിട്ടാത്ത ഒരുപാട് ആളുകൾ ലോകത്തിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് അവിടെ പോയി ഇത് പ്രബോധനം ചെയ്യണം, കൂട്ടത്തിൽ കച്ചവടം ചെയ്യണം. ഇവിടെ കച്ചവടത്തിന് വന്ന അറബികളാ ദേവത്തെടുത്ത്, അങ്ങനെയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് അവര് ദഅവത്ത് നടത്തി. അതിന്റെ ഫലമാണ് നമുക്കൊക്കെ ഭൗതികമായി ഇത് ഉൾക്കൊള്ളുവാനുള്ളൊരു വഴി തുറന്നു കിട്ടിയത്. അതുകൊണ്ട് അടുത്ത തലമുറക്ക് നമ്മളും ഇത് കൈമാറണം. അതിനൊക്കെയാണ് നമ്മൾ പ്രബോധനം നടത്തുന്നത്, നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഞാൻ തുടങ്ങി വെച്ചിടത്ത് തന്നെ അവിടേക്ക് തന്നെ മടങ്ങി അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോ നമ്മുടെ മനസ്സിൽ അടുത്ത ക്ലാസ്സിൽ ശറഈയായ ഉദറൊന്നും ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പങ്കെടുക്കുമെന്ന ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് വേണം നമ്മൾ കടന്നു പോകാൻ. ഇപ്പോൾ നമ്മള് ഖുർആൻ ക്ലാസ്സിൽ അധികവും നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇന്ന സ്വഹാബി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഏറെക്കുറെ നമ്മൾ എഴുതി പഠിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ആ രീതിയിൽ നമ്മളാണ് മുന്നോട്ട് പോയാൽ പിന്നെ നമുക്ക് ഖുർആനിലെ ഏതൊരു ഭാഗം ഓതുമ്പോഴും അതിന്റെ ഏറെക്കുറെ ഒരു ആശയം നമുക്ക് കിട്ടും. അതുകൊണ്ട് കുറെ കാര്യമുണ്ട്. നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടും. പോലെ മകളിൽ പരക്കപ്പരാതി നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല. നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടും. ഇമാം ഓതുന്ന സൂറയുടെ അർത്ഥം ഇങ്ങനെ അതിന്റെ കൂടെ ഇങ്ങനെ നമ്മള് പോയാൽ ശ്രദ്ധ കിട്ടും. അപ്പൊ ഇന്നിപ്പോ മഗ്രിബിന് ഇമാം ഏതാ ഓതിയേ? ഇന്ന് മഗ്രിബിന് ഏതാ ഓതിയേ? ഫസ്റ്റ് റക്അത്തിൽ വദ്ദുഹ ഓതി, രണ്ടാം റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, ഇതാണ് ഓതി. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ സൂറത്തുകൾക്ക് ഓതുമ്പോൾ അതൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ വരും. അപ്പൊ അതൊക്കെയാണ് കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന, ഖുർആനോട് ഏറ്റവും കൂടുതൽ നസീഹത്തുള്ള ആളുകളായി ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ നമ്മെ എവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.